ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ മദ്രസ ഫെസ്റ്റിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് യസ്രിബിലെ ഇസ്ലാമിൻ്റെ വളർച്ച കാരണമായ സംഭവം. നുബുവത്തിൻ്റെ 10ാം വർഷം നബി അബൂ ത്വാലിബും ഭാര്യ ഖദീജ റളിയല്ലാഹു രണ്ടു പേര് മരണം. നബിയുടെ സംരക്ഷണവും നൽകിയിരുന്ന അബൂ ത്വാലിബ് ഭാര്യ ഖദീജ റളിയല്ലാഹു എല്ലാത്തിനും ഉത്തരം നൽകിയ എല്ലാ സംരക്ഷണം നൽകിയ അബൂ ത്വാലിബ് പ്രവാചകൻ എല്ലാത്തിനും ഉത്തരം നൽകിയിരുന്ന ഖദീജ റളിയല്ലാഹു ഇവരുടെ രണ്ടുപേരുടെ മരണം ഇത് നബിയെ വല്ലാതെ വേദനിപ്പിച്ചു. നബി ത്വായിഫിലേക്ക് യാത്ര തുടങ്ങി. അവിടെ നിന്ന് ആൾക്കാരുടെ ഉപദ്രവം ഏറ്റു. നബി വീണ്ടും മക്കയിലേക്ക് വന്നു. കാണുന്നവരോടൊക്കെ പറയുമായിരുന്നു. അവർ നാട്ടുകാരോടും കുടുംബക്കാരോടും സുഹൃത്തുക്കളോടൊക്കെ പറയും. യസ്രിബിൽ അവർക്ക് നബിയെ കാണാൻ തിടുക്കമായി. പിറ്റേ വർഷം 12 പേരാണ് നബിയെ കാണാൻ വന്നത് യസ്രിബിന്ന്. അവർ നബിയുടെ കൈ പിടിച്ചു പ്രതിജ്ഞ ചെയ്തു, ഞാൻ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയുള്ളൂ, ഞാൻ നുണ പറയുകയില്ല, ഞാൻ മോശമായ കാര്യങ്ങൾ ചെയ്യുകയില്ല. നബി അവർ എന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അവർ അവരുടെ നാട്ടിലേക്ക് പോയി. നബി നല്ല സന്തോഷത്തിലായിരുന്നു. അവർ അവരുടെ നാട്ടുകാരോട് കുടുംബക്കാരോട് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, ഞാൻ നബിയെ കണ്ട് കൈ പിടിച്ച് പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. അവർക്ക് നബിയെ കാണാൻ തിടുക്കമായി. അവർ പിറ്റേ വർഷം 75 പേരാണ് നബിയെ കാണാൻ വന്നത്. അവർ നബിയുടെ കൈ പിടിച്ച് പ്രതിജ്ഞ ചെയ്തു, നബിയെ നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരണം. നബി പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. നബിയെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യകളെയും സ്വത്തുക്കളെയും പോലെ നമ്മളെ നോക്കണം. നബി പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. അവർ നബിയുടെ കൈ പിടിച്ച് വാക്കുകൊടുത്തു. നബിയും അവരുടെ കൈ പിടിച്ച് വാക്കുകൊടുത്തു. ഈ 2 വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സുമയ്യ. മൂവിംഗ് ഓൺ, മലയാളം സ്പീച്ച് ജൂനിയർ വിഭാഗം. അടുത്ത മത്സരാർത്ഥി ഐറ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ലോകത്ത് മുഴുവൻ മുത്തുനബിയുടെ കീർത്തനങ്ങൾ പാടിയും പറഞ്ഞും കൊണ്ടാടുന്ന ഈ സന്തോഷവേളയിൽ കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ ഞാനും ചിലത് പങ്കുവെക്കാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ, ആമീൻ. കുരുന്നുകളോട് ആതിരട്ട സ്നേഹമായിരുന്നു മുത്തുനബിക്ക്. കുരുന്നുകളോട് വാത്സല്യമില്ലാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് നമ്മെ അവിടുന്ന് പഠിപ്പിച്ചത്. ഇത്രത്തോളം എന്ന് വെച്ചാൽ യുദ്ധവേളയിൽ പോലും കുട്ടികളെ കൊല്ലുന്നതിന് അവിടുന്ന് കർശനമായി നിരോധിച്ചു. ഇങ്ങനെ പല രീതിയിലും കുട്ടികളെ സ്നേഹിക്കേണ്ട പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഒരിക്കൽ ഒരു പെരുന്നാൾ ദിനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ അടുത്തുകൂടി നബി തങ്ങൾ പോകുമ്പോൾ ഒരു കുട്ടി ഒന്നിനും പങ്കുചേരാതെ അവിടെ നിരാശനായിരിക്കുന്നത് കണ്ടതും മുത്തുനബി കുട്ടിയെ അടുത്ത് വിളിച്ചു കാരണം തേടി. കുട്ടി പറഞ്ഞു, നബിയെ, പുതിയ വസ്ത്രങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ഇവരുമായി കൂട്ടുകൂടും? ഇത് കേട്ടതും അലിവും ദയയും തോന്നിയ മുത്തുനബി കുട്ടിയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി നല്ല വസ്ത്രം, ആഹാരം കൊടുത്തു. നോക്കൂ, അവിടുത്തെ കുട്ടികളോടുള്ള സ്നേഹം. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മെ കുട്ടികളെ സ്നേഹിക്കേണ്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും.